കേന്ദ്ര സർക്കാരിനെതിരെ LDFന്റെ ആഭിമുഖ്യത്തിൽ സമരം സംഘടിപ്പിച്ചു. കോതമംഗലത്ത് BSNL ഓഫീസിന് മുമ്പിലായിരുന്നു സമരം. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക, വനം വന്യജീവി നിയമം ഭേദഗതി ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് കോതമംഗലത്ത് സമരം സംഘടിപ്പിച്ചത്. മാർച്ചിന് ശേഷം BSNL ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ CPM സംസ്ഥാന കമ്മിറ്റി അംഗം S. സതീഷ് ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനാപരമായി തന്നെ ഉണ്ട്. ആ ഉത്തരവാദിത്വം പാലിക്കാൻ നിങ്ങൾ തയ്യാറായോ? മാസങ്ങൾ കടന്നുപോയി, സമാധാനം നിങ്ങൾ വേണ്ടിയില്ല. ഏറ്റവും ഒടുവിൽ പ്രതിഷേധം അലയടിച്ചുയരുന്നു എന്ന് വന്നപ്പോ BJP-ക്കാരെ മലയാള നാട്ടിൽ തെരുവിൽ കൈകാര്യം ചെയ്യുമെന്ന് നില വന്നപ്പോ നിങ്ങളെടുത്ത സൂത്രപ്പണി 527 കോടി രൂപ വായ്പ തരാമെന്ന്. എന്ത് സമീപനമാണിത്? ഈ രാജ്യത്ത് ദുരന്തം അനുഭവിക്കുന്ന എല്ലാ പ്രദേശത്തേക്കും സഹായഹസ്തം നീട്ടുന്നവർ ഇന്നലകളിൽ അങ്ങനെ കൊടുത്തതിന്റെ ചരിത്രം ഇന്ത്യയോടൊക്കെ പറയാനുണ്ട്. ദുരന്തം അനുഭവിക്കുന്ന ഏത് പ്രദേശത്തും സഹായിക്കുക എന്നുള്ളത് യൂണിയൻ ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ്. അതിന് പ്രത്യേകമായ ഫണ്ട് സമാഹരിക്കുന്നുണ്ട്. ആ ഫണ്ട് ചെലവഴിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. എന്നാൽ കേരളത്തോടെ ചിറ്റമ്മ നയം തിരിച്ചടയ്ക്കേണ്ട വായ്പയായി തുക അനുവദിച്ച ചിറ്റമ്മ നയം എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു? ഈ നാട്ടിലെ BJP-ക്കാർ പറയണം, നിങ്ങളും മലയാളികളല്ലേ? ഈ നാടിനെ സംബന്ധിച്ച് അഭിമാനം കൊള്ളുന്നവരല്ലേ? മണ്ഡലം ചെയർമാൻ PT ബെന്നി അധ്യക്ഷത വഹിച്ചു. KA ജോയി, ഷാജി മുഹമ്മദ്, അഡ്വക്കേറ്റ് പോൾ മുണ്ടയ്ക്കൽ, മനോജ് ഗോപി, ഷാജി പീച്ചക്കര, ബെന്നി പുളിക്കൽ, ബേബി പൗലോസ്, സാജൻ അമ്പാട്ട്, അലി നെല്ലിക്കുഴി തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ് കോതമംഗലം.